വി ഡി സതീശിനെ പിന്തുണച്ച് വീണ്ടും മൂവാറ്റുപുഴയിൽ ഫ്ലക്സുകൾ. കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. VS-ന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിലുണ്ടായ സാഹചര്യം ഓർത്താൽ നല്ലതെന്ന് ബോർഡിലുണ്ട്. മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിന് സമീപവും വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിലുമാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകും. റഫീഖ, എവിടെയൊക്കെയാണ് ഇപ്പോൾ സതീശിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്? എന്താണ് ഫ്ലക്സിൽ പറയുന്നത്? ദിവ്യ, മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിന് മുൻവശത്തും വെള്ളൂർക്കുന്ന സിഗ്നൽ ജംഗ്ഷനിലുമാണ് ഇന്ന് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസവും വി ഡി സതീശന് അനുകൂലമായി മൂവാറ്റുപുഴ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് രാവിലെ വെച്ചിരുന്ന ബോർഡ് ഉച്ചയോടെടുത്ത് മാറ്റിയിരുന്നു. അതിന് മുമ്പുള്ള ദിവസം വി ഡി സതീശന് എതിരായി മൂവാറ്റുപുഴയിൽ ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന ശേഷം കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം മുറുകുന്നതിനിടെയാണ് മൂവാറ്റുപുഴയിൽ ഈ രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ വന്നത്. പക്ഷേ ഇന്ന് വെച്ച ഫ്ലക്സ് ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്നുള്ളത് VS-ന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിലുണ്ടായ അനുഭവം ഓർമ്മയുണ്ടല്ലോ എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് വി ഡി സതീശനാണ് കേരളത്തിലെ പ്രവർത്തകരുടെ സ്വാധീനമെന്നും അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള രീതിയിലാണ്. വി ഡി സതീശൻ ചെയ്ത 5 പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള വലിയ ബോർഡാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. ആ ബോർഡ് ഇപ്പോഴും അവിടെ തുടരുകയാണ്. അതേസമയം ഇത് വെച്ചത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ദിവ്യ, മൂവാറ്റുപുഴയിലാണ് വി ഡി സതീശിനെ പിന്തുണച്ച് വീണ്ടും ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് റഫീഖാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.